അതെ, പെരുന്നാളല്ലേ, നമുക്കൊരു സ്പെഷ്യൽ ഫുഡ് ആയിട്ട് ഉണ്ടാക്കിയല്ലോ. അതും പ്രബേട്ടൻസിന്റെ അച്ഛന്റെ ഫുഡ് കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗ്. അപ്പൊ നമുക്ക് കാണാം. ബാ. ചെക്കനെ ബ്രേക്ക് കിട്ടുമ്പോ ഇരിക്കാൻ കസര കൊടുക്കണേ. ഇതൊക്കെ എന്താ? പിന്നെ ചില്ലി ഗാർലിക് അവിടെ അമ്മ നിന്ന് പറഞ്ഞു കൊടുക്കണ്ടേട്ടാ. ടൊമാറ്റോസ്, സ്ക്വാഷ് ടൊമാറ്റോസ്, ഓയിൽ. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? ഇപ്പൊ തന്നെ അച്ഛൻ വരും, പിന്നെ കുക്ക് ചെയ്യും. അപ്പൊ പ്രബേട്ടൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ചെറിയ മഴ പെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, കോഴിക്കറിയില്ല, നല്ല രസമായിരിക്കും കഴിക്കാൻ. We are welcome Prabettans. അതൊക്കെ എടുത്തു മോദിച്ചു. നമുക്ക് തുടങ്ങാല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മുടെ അച്ഛൻ കുക്ക് ചെയ്യാൻ പോവാ. ഓക്കെ, ഇപ്പൊ കുക്ക് ചെയ്യാട്ടോ. ലൈറ്റ് വന്ന് കുക്കിംഗ് ആരംഭിക്കാം. അച്ചുട്ടാ മഴയത്ത് നല്ല ചൂട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാവും? അഭിപ്രായങ്ങൾ എന്താ? സൂപ്പർ ബിരിയാണി ഉണ്ടെങ്കിലും വീട്ടിലെ ബിരിയാണി അപ്പല്ലേ? അതായത് നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടിൽ നിന്നല്ല, ഏത് ബിരിയാണി വെക്കാൻ അറിയാത്ത ആൾക്കാർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് അച്ചാച്ചൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ആർക്കും ഏതറിയാത്തവർക്കും ഉണ്ടാക്കാവുന്ന ബിരിയാണി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ വായോ. ബിരിയാണിക്ക് മെയിൻ ചിക്കൻ ബിരിയാണി ഉണ്ട്. അപ്പൊ അച്ചാച്ച ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടാക്കിയാലോ? അത് ചുവന്ന കളർ വരും, സവാള വാടും. അപ്പൊ നമുക്കായിരിക്കേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചിട്ടുണ്ട്. ക്യാപ്ഷൻ കിട്ടി, അച്ചൂട്ടന്റെ സംശയങ്ങളും അച്ചാച്ചന്റെ കോഴിക്കറിയും. സംശയങ്ങളുണ്ടല്ലോ അല്ലേ? ഇത് വഴങ്ങുമ്പോ ഇത് ആദ്യമായിട്ട് എന്തുണ്ടാവുന്നറിയോ? ഇത് ചീനച്ചട്ടില് അടിയിൽ പിടിക്കും ആദ്യം ഇട്ടാല്. അപ്പൊ അത് പിടിക്കാണ്ട് ചെയ്യാൻ വേണ്ടി അച്ചാച്ചൻ ആദ്യം സവാള ഇട്ടു, അതിന്റെ പിന്നാലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, അത് 2 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 4-5 പച്ചമുളക് കേട്ടോ. ബിരിയാണിക്ക് അധികം എരിവ് പാടില്ല കേട്ടോ. ബിരിയാണിക്ക് അധികം എരിവ് പാടില്ല, അതിന്റെ പേര് സ്പൈസസ് കുറവ് കേട്ടോ. ഓക്കെ, എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇത് ഇതാണെന്ന്.
അപ്പൊ നാളെ കാലത്തന്നെ എന്താ കൊണ്ടുപോവാ കഴിക്കാനായിട്ട്? എന്താ കൊണ്ടുപോവാ കഴിക്കാൻ? അമ്മ എന്താ ഉണ്ടാക്കി തരാ കൊണ്ടുപോകാനായിട്ട്? എന്താ ഇഷ്ടമാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ? വലിയ കുട്ടിയായി, ഇനി ചോറ് കൊണ്ടുപോകണം രാവിലെ തന്നെ. അത് ഇത്ര 3ാം ക്ലാസ് വരെ ദോശ ചപ്പാത്തി എല്ലാം കൊണ്ടുപോയത്. ഇനി എന്താ കൊണ്ടുപോവാ? റൈസും ചിക്കൻ കറി കൊണ്ടുപോകണം. പോകണോ? അമ്മാമ്മ അതിൽ പെടില്ല. അമ്മാമ്മ പെടില്ല. വീഡിയോ അവിടെ ഇല്ല, ഇവിടെ ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ എന്തിനാ കൊണ്ടാ? ഇവിടെ നോക്കിക്കോളോ നീ. നോക്കിക്കോ പറയുമ്പോ അപ്പൊ തുടങ്ങാനോ? കയ്യൊന്നും ബാക്കിൽ വെക്കില്ല. അപ്പൊ ഇനി നമുക്ക് അച്ചോട്ടാ കേറിയായി. അപ്പൊ ഇനി ബിരിയാണി ഉണ്ടാക്കിയാലോ? റെഡില്ലേ? ഓക്കെ റെഡി. ഓയിലാണ്. നെക്സ്റ്റ് അതില് നമ്മുടെ ഇതിട്ടു എണ്ണ ചൂടാകുമ്പോ നമ്മളെ സ്പൈസസ്, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് അതിലിട്ടു കേട്ടോ. ഓക്കെ, നെയ്യല്ല ഓയില്. നെയ്യ് നമുക്ക് ബിരിയാണി കഴിച്ചിട്ട് ലാസ്റ്റ് കേട്ടാ. അത് ദമ്മിടുമ്പോ കേട്ടാ. അപ്പൊ നമ്മള് സ്പൈസുകളൊക്കെ ഇട്ടു. അതായത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ തക്കോല കേട്ടാ. അതൊക്കെ ഇട്ടു. അതിന് അതായത് അത് മൊരീനം. ഇതാണ് നമ്മുടെ ഈസി മെത്തേഡ്. ബിരിയാണി വെക്കുന്നതിന്റെ ഈസി മെത്തേഡ് ആർക്കും ഉണ്ടാക്കാവുന്ന ബിരിയാണിയുടെ വെപ്പാണ് കേട്ടോ. അച്ചാറ് കാണിക്കാൻ പോകും. അല്ലെങ്കിൽ ദമ്മിട്ടുള്ള എല്ലാവർക്കും അറിഞ്ഞില്ല. അപ്പൊ ഇതൊക്കെ ഈസി മെത്തേഡ് കേട്ടോ. സ്പൈസൊക്കെ മൂത്ത് വന്നില്ല കേട്ടോ. കഴിക്കാവുന്ന ഫുഡാണ്. 8 പേർക്ക് ബിരിയാണി കഴിക്കാൻ ഫുള്ളായിട്ട് കഴിക്കാം. നല്ല മണം വേണമെങ്കിൽ പൈനാപ്പിളിന്റെ എസൻസ് വേണമെങ്കിൽ ഒഴിക്കാത്. ഒഴിക്കണ എസൻസ് വേണ്ട. നമുക്ക് നാച്ചുറൽ ഫുഡ് മാത്രം മതി അല്ലേ. നമുക്ക് സ്മെല്ല് ഇത്തിരി കുറഞ്ഞാലും ഈ അരിക്ക് ഈ അച്ചാച്ച വെച്ച അരിയില്ലേ, അത് നല്ല സ്മെല്ലുള്ള അരിയാണ്. നല്ല ബിരിയാണിയുടെ മണം ഉള്ള റൈസാണ് ബസ്മതി റൈസ്. അതുണ്ട്. പിന്നെ ബസ്മതി റൈസിന്റെ മണമുണ്ട്. ബസ്മതി റൈസിന് ഒരു മണമുണ്ട്. ഓൾറെഡി ചിക്കന്റെ ബിരിയാണിയുടെ മണമുണ്ട്. ഓക്കെ മതിയാ. കുറച്ച് ചിക്കൻ ബിരിയാണിയുടെ മസാല അതിലേക്ക് ഇടാം കേട്ടാ. അപ്പൊ ചിക്കന്റെ ബിരിയാണിയുടെ ഫ്ലേവർ ബിരിയാണിക്ക് കിട്ടും കേട്ടാ. പിന്നെ അല്പം ചെറുനാരങ്ങ നീര് കേട്ടാ. നീര് എന്തിനാണെന്നറിയോ? അത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടാ. വേറെ ഒന്നുമില്ല. ഇനി തിളച്ചാൽ നമുക്ക് അരിയിടാം. അപ്പൊ പ്രബേട്ടൻസിന്റെ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയാവും. അച്ഛൻ ആദ്യമായിട്ട് കുക്ക് ചെയ്ത ഫുഡ് ഏതാ? കുറച്ച് കൊല്ലായി. അത് മീൻകറിയും ചോറിനാ വെച്ചത് ആദ്യമായിട്ട്. മീൻകറി എനിക്ക് വലിയ ഇഷ്ടമാണ്. അച്ഛന് കഴിക്കാൻ ഇഷ്ടമുള്ള, അതായത് വേറൊരാള് വെച്ച് തരുന്നതില് അച്ഛന് കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ആര് വെച്ച് തരുന്നതാ ഇഷ്ടം? നമ്മുടെ വൈഫ് തന്നെ. അല്ലാണ്ട് പിന്നെ പ്രബേട്ടൻസ് ലവ്. നാണം വീഴുന്നു, നാണം വീഴുന്നു.
അച്ഛനെ മറ്റേ പാട്ടറിയോ? വിശക്കുമ്പോ പാടുന്ന പാട്ടറിയോ? ഏതാ? അതല്ല. എന്തെങ്കിലും കഴിക്കുന്നു, വിശക്കുന്നു, വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കുന്നു. അതല്ല. ചേട്ടാ എങ്ങനുണ്ട്? അപ്പോ നമ്മുടെ വ്ലോഗ് എന്ത് ചെയ്യണം? നമ്മുടെ വ്ലോഗ് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, അപ്പൊ ഓക്കെ.